വെൽക്കം ബാക്ക് ടു എൻ ചാനൽ ലേണിംഗ് ഇറ്റ്സ് മീ ബനാസർ ഖാലിദ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം 10th ലെവൽ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് കുറേ ഇന്നു മുതൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ തന്നെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറേ ഫാക്ട്സ് ക്ലിയർ ആവും. ആ ഫാക്ട്സ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും എഫേർട്ട് എടുത്ത് പഠിക്കും. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കൂടെ കവർ ചെയ്താൽ മാക്സും നിങ്ങൾക്ക് അറിയാവുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ റിമൈനിങ് പോർഷൻസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് പരാമർശിച്ചിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ റൗലത്ത് ആക്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ റൗലത്ത് ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10 ആണെന്ന് മനസ്സിലാക്കണം. ഞാൻ മെയ് 10 എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾ 1919 മാർച്ച് 10 എന്നത് തിരുത്തി മനസ്സിലാക്കണം. അപ്പം ഇന്ന് നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഈ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് മൗലികാവകാശങ്ങൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങൾ 7 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അവിടെ 7 എണ്ണം എന്ന മൗലികാവകാശത്തിൽ ഒരു മൗലികാവകാശം അതിന് നീക്കം ചെയ്ത് ഏതാണ്? സ്വത്തവകാശം എന്നുള്ളത് മൗലികാവകാശം അല്ലാതെ തീർന്നത് എന്താണ്? 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശം അല്ലാതെ തീർന്നത്. പിന്നീട് ഇപ്പോൾ അത് 12ാമത്തെ ഭാഗത്ത് ആർട്ടിക്കിൾ 300A സ്വത്തവകാശം പരാമർശിച്ചിരുന്നത്. അപ്പൊ സ്വത്തവകാശം മൗലികാവകാശം അല്ല എന്ന്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഭരണഘടനയിൽ നിന്നും എടുത്തു മാറ്റി, സ്വത്തവകാശം എന്താണ് മൗലികാവകാശത്തിൽ നിന്നും എടുത്തു മാറ്റിയ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ആ സമയത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ നീലം സഞ്ജീവ് റെഡ്ഡിയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി പ്രധാനപ്പെട്ട അതായത് 6 മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ 6 മൗലികാവകാശങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, അത് മൗലികാവകാശങ്ങൾ പെടുന്നതാണ്. അതുപോലെ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിന്റെ അവകാശം, ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം, അതുപോലെ സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസത്തിന് അവകാശം, ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നവയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ പ്രധാനമായും മൗലികാവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് ഓർത്തു വയ്ക്കുക. ഇനി മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. കാരണം അദ്ദേഹം 1931 കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശത്തിന്റെ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. ആ മൗലികാവകാശത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൗലികാവകാശത്തിന്റെ പ്രമേയം അവതരിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാൽ മൗലികാവകാശത്തിന്റെ പ്രമേയം കരട് രേഖ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതുപോലെ തന്നെ മൗലികാവകാശത്തിന് ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരശില, ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി മൗലികാവകാശങ്ങളുടെ സംരക്ഷണം എന്നറിയപ്പെടുന്ന ആരാണ്? സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് 6 മൗലികാവകാശങ്ങൾ? ഒന്ന്, സമത്വത്തിനുള്ള അവകാശം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട മൗലികാവകാശം എന്ന് പറഞ്ഞത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശം കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇനി മനസ്സിലാക്കേണ്ട എന്താണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു പറഞ്ഞു അല്ലെ. അവിടെ 12ാമത്തെ ആർട്ടിക്കിൾ മുതൽ 35ാമത്തെ ആർട്ടിക്കിൾ വരെയാണ് പറഞ്ഞത്. നമ്മൾ സമത്വത്തിനുള്ള അവകാശം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 14 അപ്പൊ ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് എന്താ? സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് പരാമർശിക്കുന്നത്. അപ്പം സമത്വത്തിന്റെ അവകാശം 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയും, അതുപോലെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയും, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, അതുപോലെ സാംസ്കാരിക വിദ്യാഭ്യാസത്തിന് അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയും, ഇനി ഭരണഘടനാപരമായ പ്രതിനിധികളുടെ അവകാശം ആർട്ടിക്കിൾ 32 രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ മൗലികാവകാശങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ള ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിനെ സമീപിക്കേണ്ട കോടതി ഏത്? അപ്പൊ നിർദ്ദേശ തത്വങ്ങൾ നടപ്പാക്കുന്നതിനെ കോടതിയെ സമീപിക്കാനാകില്ല എന്നാണ് ശരിയായ ഉത്തരം. അപ്പൊ നിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് അല്പം കാര്യം മനസ്സിലാക്കാം.
ഇന്ത്യൻ ഭരണഘടനയെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്താണ് സ്വീകരിച്ചത്? അയർലൻഡിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നിർദ്ദേശ തത്വങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് വെച്ചാൽ അത് സ്പെയിനാണ്. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ രാജ്യം സ്പെയിനാണ്. ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഈ നിർദ്ദേശത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സപ്രു കമ്മിറ്റി. ഇനി മനസ്സിലാക്കേണ്ടത് നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഈ നിർദ്ദേശ തത്വങ്ങളിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ അതിലേക്ക് എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി രാഷ്ട്രത്തിന് രാഷ്ട്രമാക്കുക, എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി രാഷ്ട്രത്തെ ക്ഷേമരാഷ്ട്രമാക്കുക എന്നതാണ് നിർദ്ദേശ തത്വങ്ങൾ ലക്ഷ്യമാക്കുന്നത്. ഇനി അതുപോലെ നിർദ്ദേശിക്കുന്ന മറ്റ് പ്രധാന ലക്ഷ്യങ്ങൾ അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക, കുടിൽ വ്യവസായം പരിപോഷിക്കുക, അതുപോലെ ജീവിത നിലവാരം ഉയർത്തുക. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലിഖിത ഭരണ അല്ലെങ്കിൽ എഴുതപ്പെട്ട ഭരണഘടന രാജ്യമാണ് ഇന്ത്യയുടേത്. ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇനി ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും എന്നാൽ ഭാഗികമായി ദൃഢമായതുമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കം ചെന്നതുമായ ലിഖിത ഭരണഘടന. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണെന്ന് വെച്ചാൽ അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ എഴുതപ്പെട്ട ഭരണഘടന ഏതാണെന്ന് വെച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ്. ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ എഴുതപ്പെട്ട ഭരണഘടന ഏതാണെന്ന് വെച്ചാൽ അത് അമേരിക്കയുടേതാണെന്ന് ഓർത്തുവെക്കുക. ഇനി ലിഖിത ഭരണഘടനയുള്ള മറ്റ് രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക മുതലായ രാജ്യങ്ങളെല്ലാം ലിഖിത ഭരണഘടനയാണ് ഉള്ളത്. ഇവിടെ അലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. അപ്പൊ അതിൽ തന്നെ അലിഖിത ഭരണഘടനയിലെ പ്രധാന രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ബ്രിട്ടൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ലോകത്തിലെ ഏറ്റവും എഴുതപ്പെട്ട ഭരണഘടന രാജ്യം ഇന്ത്യയാണ്. രണ്ട്, ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ള ലിഖിത ഭരണഘടന ഏത് രാജ്യത്തിന്റെയാണ്? അമേരിക്കൻ ഭരണഘടനയുടെയാണ്. അതുപോലെ തന്നെ അലിഖിത ഭരണഘടനകൾക്ക് ഉദാഹരണമാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ് എന്നും കൂടെ ഓർത്തുവയ്ക്കും. ഇനി പാർലമെന്റ് പ്രധാന ചുമതല എന്താണ്? പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ്, അല്ലെ? നിയമനിർമ്മാണമാണ്. അതുപോലെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതും ആരുടെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതാണ്? പാർലമെന്റ് പ്രധാന ചുമതലകളിൽ പെടുന്നതാണ്. അതിനുള്ള അവകാശം പാർലമെന്റിന് മാത്രമാണ് നിക്ഷിപ്തമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏതാണ്? ഇത് ഓപ്ഷൻ എ ആണ് ബന്ധമില്ലാത്തത്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് മൂന്നും ശ്രീനാരായണ ഗുരുവുമായി ബന്ധമുള്ളതാണ്. ഏതൊക്കെയാണ്? 1903 SNDP സ്ഥാപിച്ചു. ശ്രീനാരായണ ഗുരു 1903 SNDP സ്ഥാപിക്കുന്നത്. ഇനി മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവാണ്. ഇനി സംഘടന കൊണ്ട് ശക്തരാകാൻ ആഹ്വാനം ചെയ്ത ശ്രീനാരായണ ഗുരുവാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ നേതാവാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? റാണി ഝാൻസി റെജിമെന്റ് എന്നായിരുന്നു. റാണി ഝാൻസി റെജിമെന്റ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര്. എന്താണ്? റാണി ഝാൻസി റെജിമെന്റ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേര്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ നേതാവായ മലയാളി ആരെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ഇനി അതുപോലെ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ മലയാളികൾ ആരൊക്കെയായിരുന്നു? ഇന്ത്യൻ നാഷണൽ ആർമിയിലെ മലയാളികൾ ആരൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് വക്കം അബ്ദുൽ ഖാദറും രണ്ട് ക്യാപ്റ്റൻ ലക്ഷ്മിയാണെന്ന് ഓർത്തു വയ്ക്കുക. വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാക്കളിൽ മലയാളികളായിട്ട് ഉണ്ടായിരുന്നത്. ഇനി മനസ്സിലാക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് തടവിലായ ഇന്ത്യൻ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സൈനിക സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പൊ 2ാം ലോക മഹായുദ്ധത്തിൽ ജാപ്പനീസ് തടവിലായ ഇന്ത്യൻ സൈനികരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച ഒരു സൈനിക സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന രാജ് ബിഹാരി ബോസ് ആണ്. അപ്പൊ രാജ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ എന്ന് ഓർത്തുവയ്ക്കും. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ആസാദ് ഹിന്ദ് ഫൗജ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ രൂപീകരിച്ച വർഷം എന്ന് പറഞ്ഞാൽ 1942 ഇനി INA ഇന്റർനാഷണൽ ആർമിയുടെ ചുമതല സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്ത വർഷം 1943 അപ്പൊ ഇന്റർനാഷണൽ ആർമി നിലവിൽ വന്നത് 1942 സുഭാഷ് ചന്ദ്രബോസ് അതിന്റെ ചുമതല ഏറ്റെടുത്ത വർഷം 1943 ഓർത്തുവയ്ക്കുക. അതുപോലെ സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച താൽക്കാലിക ഇന്ത്യ ഗവൺമെന്റ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്ന് ഓർത്തുവയ്ക്കുക. നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താണ്? ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റിലെ ഒരേ ഒരു വനിതാ അംഗം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ നേതാവ് അറിയപ്പെട്ടത് ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മിയാണെന്ന് ഓർത്തുവെക്കും. അപ്പൊ ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്റർനാഷണൽ ആർമിയുടെ ഏത് റെജിമെന്റ് ആണ്? അതുപോലെ റാണി ഝാൻസി റെജിമെന്റിന്റെ നേതാവായിരുന്നു കൂടെ ഓർത്തുവെക്കും.
അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കേരള കലാമണ്ഡലം സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പൊ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അദ്ദേഹം കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത് 1930 ഇവിടെ ഓർത്തുവെക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LGS ലാസ്റ്റ് സ്റ്റേജിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്ത് മാക്സിമം GK പോയിന്റ്സും ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് എനിക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപയോഗമുള്ള മറ്റു ക്ലാസ്സുമായിട്ട് ഉടനെ ഞാൻ വരുന്നതാണ്.